ഹായ്, ഇത് ഒരു ലെക്സിഡൻ്റെ പ്രിൻ്ററാണ്. ഇത് ഹെഡ് മര്യാദക്ക് ഫയർ ചെയ്യണില്ല എന്നൊരു കംപ്ലൈൻ്റ് ആയിട്ട് നമ്മുടെ അടുത്ത് വന്നാണ്. ഞാൻ ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ് കാണിക്കുന്നത്. ഹെഡ് കറക്റ്റായിട്ട് ഫയർ ചെയ്യാണ്ട് ഹെഡ് കയറി കുടുങ്ങി, റിബൺ കയറി കുടുങ്ങിയിട്ട് ജാം ആവുന്ന ഒരു കംപ്ലൈൻ്റാണ് നിലവിൽ ഈ പ്രിൻ്റർ കാണിക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ RC ഹെഡ് ഉണ്ട്. നമുക്ക് ഈ ഹെഡ് ഒന്ന് മാറി നോക്കാം. ഹെഡ് മാറി നോക്കിയിട്ട് കംപ്ലൈൻറ്റ് കാണിക്കുന്നുണ്ടോ ഇല്ലയെന്ന് കാണിക്കാം. ഓക്കെ, ഇപ്പോൾ ഹെഡ് മാറിയിട്ടുണ്ട്. ഹെഡ് മാറിയതിനു ശേഷം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഹെഡ് മാറിയപ്പോൾ പേപ്പർ ജാമും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഒരു ഹെഡ് ഫയർ ചെയ്യുന്നില്ല. നോക്കി കാണാം, ആറാമത്തെ പിന്നെയും ഫയർ ചെയ്യണില്ല. അതിൻ്റെ അർത്ഥം ഈ പ്രിൻ്ററിൽ വേറെ എന്തൊക്കെയോ ഇഷ്യൂ ഉണ്ടെന്നാണ്. നമുക്കൊന്ന് ഫുൾ ചെക്ക് ചെയ്ത് നോക്കാം. സാധാരണയായിട്ട് ഇങ്ങനെ ഹെഡ് ഫയർ ചെയ്യാത്തൊരു കംപ്ലൈൻറ്റ് വരുന്നത് ഒന്നില്ലെങ്കിൽ ഫോർമാറ്റർ ബോർഡിലെ ഫ്യൂസ് പോയതുകൊണ്ടാവാം, അല്ലെങ്കിൽ പിന്നെ ഹെഡ് കേബിൾ ഡാമേജ് ആയാലും ഈ സെയിം കംപ്ലൈൻറ്റ് വരും. നമുക്ക് ആദ്യം ബോർഡ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബോർഡ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ബോർഡിൽ ഫ്യൂസ് പോയില്ലേന്ന് നോക്കാം. എന്നിട്ട് മാത്രം നമുക്ക് ഹെഡ് കേബിൾ മാറിയാൽ മതി. ഓക്കെ, നമുക്കത് ചെയ്ത് നോക്കാം കേട്ടോ. ഹെഡ് കേബിൾ നോക്കിയ സമയത്ത് ഹെഡ് കേബിൾ പ്രത്യേകിച്ച് ഡാമേജും കാര്യങ്ങളൊന്നും ഇല്ല. ഇനിയിപ്പോൾ എന്തായാലും ചാൻസ് കൂടുതൽ ഫോർമാറ്റർ ബോർഡാണ്. നമുക്കൊന്ന് ഫോർമാറ്റർ ബോർഡ് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. സൂക്ഷിച്ച് നോക്കി കാണാം, ഇവിടെ ഈ ഭാഗത്തായിട്ട് ഷൂസിന് ചെറിയൊരു ഡാമേജ് കാണിക്കുന്നുണ്ട്. നമുക്കെന്തായാലും നമ്മുടെ ടെക്നീഷ്യൻ ബോർഡ് സർവീസ് ചെയ്യണം, ചിപ്പ് ലെവൽ ചെയ്യണം. നമ്മുടെ ടെക്നീഷ്യൻ അതിൽ ബോർഡ് കൊടുത്തിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഫ്യൂസിൻ്റെ സെക്ഷൻ നോക്കിയ സമയത്ത് ബാക്കിയുള്ള ഹെഡിലെ പിന്നിലെ ഫ്യൂസിനൊന്നും കുഴപ്പമില്ല. കണ്ടോ, വാല്യൂ കാണാൻ പറ്റും. ഈ പോയിന്റിൽ മാത്രം വാല്യൂ ഇല്ല. അതാണ് ആറാമത്തെ പോയിന്റ്. ആ ആറാമത്തെ ഫ്യൂസ് എന്തായാലും പോയിട്ടുണ്ട്. എന്തായാലും ഫ്യൂസ് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്യൂ എന്തായാലും സോൾവ് ആവും. പോയ ഫ്യൂസ് മാറ്റി വർക്കിംഗ് ആയിട്ടുള്ള ഫ്യൂസ് ഇട്ട് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്. വാല്യൂ ഒക്കെ കറക്റ്റാണ്. നമുക്കിട്ട് പ്രിൻ്ററിലിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ ഫ്യൂസ് മാറിയിട്ടുണ്ട്. നമുക്ക് രണ്ടാമത് ഇട്ട് നോക്കിയിട്ട് ഫോർമാറ്റർ ബോർഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ബോർഡൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി റിബൺ കാറ്ററി വെച്ചിട്ട് പ്രിൻ്റ് അടിച്ച് നോക്കാം. കണ്ടില്ലേ, നമ്മൾ ആ ഫ്യൂസ് മാറ്റിയതുകൊണ്ട് ഈ ഹെഡ് ആറാമത്തെ പിന്നിൻ്റെ ഒരു കംപ്ലൈൻറ്റ്, ആ ഫ്യൂസാണ് പോയത്. നമ്മൾ മാറ്റിയ സമയത്ത് പക്കയായിട്ടുണ്ട്, പക്ക വർക്കിംഗ് ആണ് കാണാം. ഇതാണ് പഴയ പ്രിൻ്റ് ഔട്ട്. വ്യത്യാസം കണ്ട് അറിയാൻ പറ്റുന്നതായാലും. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്യുക.